കേരളത്തിലെ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന്റെ കാരണക്കാർ തങ്ങളാണ് എന്ന് ലീഗ് അവകാശപ്പെടാറുണ്ട്. ലീഗിന് പ്രാതിനിധ്യമോ പങ്കോ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലീഗിനുള്ള പങ്കിനേക്കാൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിലും സമൃദ്ധിയിലും ഈ രാജ്യത്തുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക് പങ്കുണ്ട്. 1957 സംസ്ഥാനം രൂപീകരിച്ച ആദ്യം അധികാരത്തിൽ വന്ന സർക്കാർ സഖാവ് EMSന്റെ നേതൃത്വത്തിൽ അല്ലായിരുന്നു എങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്നവരെത്തി നിൽക്കുന്ന ഈ ക്ഷേമൈശ്വര്യങ്ങളുടെ ഭൂമികയിൽ എത്തിപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. 1957 സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ടായിരുന്നോ? മലബാറിലെ മാപ്പിളമാർക്ക് സംവരണത്തിന്റെ ആനുകൂല്യം തൊഴിൽ മേഖലയിൽ കിട്ടിയിരുന്നോ? KSSR കേരള സർവീസ് ആൻഡ് സബോർഡിനേറ്റ് റൂൾസ് എന്ന നിയമനിർമ്മാണം സഖാവ് EMS നടത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളാദി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മുഴുവൻ സംസ്ഥാനാടിസ്ഥാനത്തിൽ സംവരണാനുകൂല്യം ഉറപ്പുവരുത്തുകയുണ്ടായി. കാലിക്കറ്റ് സർവകലാശാല രണ്ടാം സർക്കാർ EMS സർക്കാരിന്റെ സംഭാവനയായിരുന്നു. മുസ്ലിം പള്ളികൾ നിർമ്മിക്കുന്നതിനും നേരത്തെ ഉണ്ടായിരുന്നത് പുനർനിർമ്മിക്കുന്നതിനും സർക്കാരിന്റെ കളക്ടറുടെ മുൻകൂട്ടിയുള്ള അനുവാദം വേണമെന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കരിനിയമം കാറ്റിൽ പറത്തി അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞത് ആദ്യത്തെ EMS സർക്കാരിന്റെ ഭരണകാലത്താണ്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ വിശിഷ്യ മുസ്ലിങ്ങളുടെ ഇന്നത്തെ സമൃദ്ധിയുടെ കാരണങ്ങളിൽ പ്രമുഖം കേരള സംസ്ഥാനം രൂപീകൃതമായ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിച്ചു എന്നുള്ളതാണ്. ഏതെങ്കിലും പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് വല്ലതും കൊണ്ടുപോയി കൊടുത്തിട്ടാണോ ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ഇന്നവരനുഭവിക്കുന്ന സമൃദ്ധിയുടെയും സുഖസൗകര്യങ്ങളുടെയും ഭൂമികയിലേക്ക് ആനയിക്കപ്പെട്ടത്? ലീഗ് ഓഫീസിൽ നിന്ന് വിസ കൊടുത്തിട്ടാണോ ഇവിടെ നിന്ന് ആളുകൾ ദുബായിലേക്കും ഗൾഫ് നാടുകളിലേക്കും പോയത്? ഓരോരുത്തരും അവനവന്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അകറ്റാൻ ഓരോരുത്തരുടെയും റിസ്കിലാണ് ഗൾഫ് നാടുകളിലേക്ക് പോയത്. ആ ഗൾഫ് നാടിന്റെ സംഭാവന മാറ്റി നിർത്തിയാൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധി, ആ സമൃദ്ധിയിൽ മുസ്ലിം ലീഗ് എന്ത് പങ്ക് വഹിച്ചു എന്നാണ് പറയുന്നത്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്കിന്റെ സമീപത്തെത്താൻ കഴിയുന്ന പങ്ക് വഹിക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ടോ? BJPയെയും RSSനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എതിർത്തതുപോലെ ലീഗ് എതിർത്തിട്ടുണ്ടോ? ലീഗ് പിന്തുണക്കുന്ന കോൺഗ്രസ് എതിർത്തിട്ടുണ്ടോ? പല കോൺഗ്രസുകാരെ കുറിച്ചും നാട്ടിൽ പറയപ്പെടുന്ന അഭിപ്രായം എന്താണ്? അവര് പകല് കോൺഗ്രസും രാത്രി RSSുമാണ് എന്നാണ്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് ഈ നാട്ടിൽ ആരെങ്കിലും ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ അയാൾ പകൽ കമ്മ്യൂണിസ്റ്റുകാരനും രാത്രി മറ്റൊരു മുഖമുള്ളയാളുമാണ് എന്ന്? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു മുഖമേ ഉള്ളൂ, അത് രാവും പകലും കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖമാണ്. കോൺഗ്രസുകാരിൽ നിന്നും ലീഗുകാരിൽ നിന്നും മറ്റുള്ള മതനിരപേക്ഷ പാർട്ടികളെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ വ്യതിരക്തമാക്കുന്നതും ഈ ഘടകമാണ്. ഈ വസ്തുത നിഷേധിക്കാൻ ആർക്ക് കഴിയും? RSS അനുകൂലിയായിരുന്ന ഡോക്ടർ മാധവൻകുട്ടിയെ ബേപ്പൂർ നിയമസഭയിൽ മത്സരിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ചത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ലല്ലോ. അഡ്വക്കേറ്റ് രത്നസിംഗിനെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിർത്തി അന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി KP ഉണ്ണികൃഷ്ണനെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ഇന്ന് RSS വിരോധം പറയുന്ന മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളായിരുന്നല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത്തരത്തിൽപ്പെട്ട ആരെങ്കിലും ജയിപ്പിക്കുവാൻ കേരളത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് RSSകാരും മാർക്സിസ്റ്റുകാരും തമ്മിൽ എക്കാലവും
വലിയ സമരങ്ങളിൽ ഏർപ്പെട്ടത്, പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടത്. കോൺഗ്രസ് RSSനോട് സ്വീകരിച്ച സമീപനം കമ്മ്യൂണിസ്റ്റുകാർക്കും സ്വീകരിക്കാമായിരുന്നല്ലോ. ആരെങ്കിലും അവരോട് ചോദിക്കുമായിരുന്നോ, നിങ്ങൾ എന്തുകൊണ്ടാണ് RSSനോട് പൊരുതി നിൽക്കാത്തത്, അടിച്ചു നിൽക്കാത്തത് എന്ന്? RSSനോട് ഇഞ്ചോടിഞ്ച് പൊരുതി കേരളത്തിൽ നിന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ RSS തഴച്ചു വളർന്നിട്ടും കേരളത്തിൽ ഒരു നിയമസഭാ പ്രാതിനിധ്യം അവർക്ക് ഇന്നുവരെ കിട്ടാത്ത സ്ഥിതി ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റുകാരുള്ളത് കൊണ്ടാണ്. അവരുടെ നെഞ്ഞൂക്കിന്റെ പിൻബലത്തിലാണ് RSSും BJPയും ഇവിടെ ക്ലച്ച് പിടിക്കാത്ത സാഹചര്യവും സ്ഥിതിയും ഉണ്ടായത്. എന്തിനധികം ഈ കുറുവ പഞ്ചായത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ RSSനെ ജയിപ്പിക്കാനല്ലേ മുസ്ലിം ലീഗ് ശ്രമിച്ചത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ. എന്നിട്ട് എന്തുണ്ടായി? ശശികല ടീച്ചർ RSS ജയിച്ച ആവേശത്തിൽ ആ പ്രദേശത്ത് വന്നുകൊണ്ട് നടത്തിയ പ്രസംഗം ആ നാട്ടിൽ വലിയ മതവിഭജനം ഉണ്ടാക്കിയില്ലേ, വലിയ വർഗീയത ഉണ്ടാക്കിയില്ലേ? വടി കൊടുത്ത് അടി വാങ്ങിയത് ലീഗാണ്. അതിനുത്തരം ലീഗ് പറയണം നാട്ടുകാരോട്. എന്തേ RSSന്റെ ശൗര്യം കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനമുള്ള കാലത്തും അവർക്ക് ഭരണ സ്വാധീനമുള്ള സമയത്തും ഉണ്ടാകാതിരുന്നു? ലീഗ് അവരെ ജയിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ തോൽക്കണം. മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മായിയമ്മയുടെ മനസ്ഥിതിയായിരുന്നില്ലേ മുസ്ലിം ലീഗ് ആ തെരഞ്ഞെടുപ്പിൽ പുലർത്തിയത്? കുറുവായിലെ പാങ് പ്രദേശത്ത്, ചേണ്ടി പ്രദേശത്ത് പോയി നോക്കൂ നിങ്ങൾ. 2 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സുകളിലായി 2 സമുദായങ്ങൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ആരാധന കളമൊരുക്കി കൊടുത്തത്? ആരാധന സാഹചര്യം ഒരുക്കി കൊടുത്തത്? ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക, മാർക്സിസ്റ്റുകാരെ തോൽപ്പിക്കുക, അതിനുവേണ്ടി ആരെയും സഹായിക്കുക. ആ നിലപാട് നാട്ടിലുണ്ടാക്കിയിട്ടുള്ള അപകടം ചെറുതല്ല എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയണം. മതന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിങ്ങൾ രാജ്യത്ത് പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ ആരാണ് അവരുടെ കൂടെ നിന്നത്? ആരാണ് അവർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകിയത്? രാജ്യം വിഭജിക്കപ്പെട്ട നാളുകളിൽ, നാട് വിഭജിക്കപ്പെട്ട സമയത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ വിഭജനത്തിന്റെ കുടലൂത്തുകാരെന്ന് അധിക്ഷേപിച്ച് അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അവർക്ക് ആശ്വാസത്തിന്റെ തെളിനീർ കമ്മ്യൂണിസ്റ്റുകാരാണ് നൽകിയത് എന്നുള്ളതിൽ ആർക്കാണ് തർക്കം? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഘട്ടത്തിൽ അവരുടെ കൂടെ നിൽക്കാൻ ആരാണ് തയ്യാറായി മുന്നോട്ട് വന്നത്? ഫൈസാബാദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരനെ ജയിപ്പിച്ചുകൊണ്ട് RSS ബാബറി മസ്ജിദ് തകർത്തത് ഞങ്ങൾ പിന്തുണച്ചിട്ടല്ല എന്ന് അവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സുഹൃത്തുക്കൾ ലോകത്തോട് പ്രഖ്യാപിച്ചില്ലേ? ബാബറി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് രാമക്ഷേത്രം പണിയാൻ ശിലാന്യാസം നടത്തിയ ഘട്ടത്തിൽ ആ ശിലാന്യാസം നടക്കാൻ പാടില്ലെന്ന് അന്നത്തെ കോൺഗ്രസിന്റെ സർക്കാരിനോട് ആരായിരുന്നു ആജ്ഞാപിച്ചത്? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരായി വംശഹത്യ അരങ്ങേറി. ഗോത്രയിലെ തീവണ്ടി ദുരന്തമുണ്ടാക്കി നാട്ടിലെ മുഴുവൻ മതാന്തതയുടെ ശക്തികളെയും ഇളക്കിവിട്ട് അത് ചെയ്തത് മുസ്ലിങ്ങളാണെന്ന് പരസ്യമായി പ്രചരിപ്പിച്ച് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ വേട്ടയാടി. അവിടേക്ക് കോൺഗ്രസിന്റെ ഒരു നേതാവ് ചെന്ന് നോക്കിയോ? അവിടേക്ക് കോൺഗ്രസിന്റെ 10 പൈസയുടെ ആശ്വാസം എത്തിയോ? മുസ്ലിം ലീഗ് പോലും ഗുജറാത്തിലെ നിരാലംബരായ മുസ്ലിങ്ങളെ സഹായിക്കാൻ മടി കാണിച്ചു മാറി നിന്നപ്പോഴാണ് അന്ന് പ്രതിപക്ഷത്തായിരുന്ന CPIM-ന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 50 ലക്ഷം രൂപ നാട്ടുകാരിൽ നിന്ന് സ്വരൂപിച്ചെടുത്ത് ഗുജറാത്തിലേക്ക് കൊടുത്തയച്ചത്, അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയത്. എനിക്കിന്നും ഓർമ്മയുണ്ട്. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള MSF-ന്റെ സംസ്ഥാന സമ്മേളനം ഗുജറാത്ത് കലാപം കഴിഞ്ഞ് ചങ്ങരംകുളത്ത് വെച്ച് നടന്നു.
കൊർഡോവ നഗറിൽ, ആ നഗറിൽ വെച്ച് ഗുജറാത്തിനെ കുറിച്ചുള്ള ഗുജറാത്ത് കലാപത്തിന്റെ നേർക്കാഴ്ചകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടിരുന്നു വേദിയിൽ വെച്ച്. ആ പുസ്തകം എഴുതിയതാരായിരുന്നു? ഗുജറാത്തിലെ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന ഇ അഹമ്മദ് സാഹിബ് MP എഴുതിയ പുസ്തകമായിരുന്നില്ല അത്. ചന്ദ്രികയുടെ ലേഖകനോ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവോ ബംഗാളിലെ കണ്ണീരൊഴുക്കി കഴിയുന്ന മുസ്ലിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിൽ കണ്ട് വാക്കുകളിലൂടെ നിർഗളിപ്പിച്ച് പുസ്തകമായതായിരുന്നില്ല ആ പുസ്തകം. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതാവും CPIM-ന്റെ സഹയാത്രികനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ CPIM-ന്റെ തന്നെ കരുത്തനായ താത്വികന്മാരിൽ പ്രമുഖനുമായ KN കുഞ്ഞഹമ്മദ് മാസങ്ങളോളം ഗുജറാത്തിൽ തങ്ങി ഗുജറാത്തിലെ ഓരോ കലാപബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച് നേരിൽ കണ്ട കാഴ്ചകൾ വാക്കുകളിൽ ഒപ്പിയെടുത്ത് എഴുതിയ പുസ്തകമാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF-ന്റെ സംസ്ഥാന സമ്മേളന നഗരിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടത്. 50 ലക്ഷം രൂപ അന്ന് പ്രതിപക്ഷത്തായിരുന്ന CPIM പിരിച്ചെടുത്തപ്പോൾ മുസ്ലിം ലീഗ് ഭരണപക്ഷത്തായിരുന്നിട്ടും 20 ലക്ഷം രൂപയെ പിരിച്ചുള്ളൂ. ആ പൈസ തന്നെ കൊടുക്കാതെ വന്ന ഘട്ടത്തിലാണ് അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആ കാര്യം ഞാൻ ചോദിച്ചത്. ആ കാര്യത്തിനും കൂടിയാണ് പിന്നീട് ലീഗിനെ പടിയടിച്ച് പിണ്ടം വെച്ചത് എന്നുള്ള കാര്യവും കൂടി സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്. CPIM പിരിച്ചെടുത്ത് 50 ലക്ഷം രൂപ അവിടെ ചെലവാക്കി, അവിടെ നിരാരംഭർക്ക് നൽകി. ഞാൻ ആ കാര്യം സൂചിപ്പിച്ചു. CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ പിരിച്ചെടുത്ത പണത്തിന്റെ വിനിയോഗം നടന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പിരിച്ചെടുത്ത പണം എവിടെ? ആ ചോദ്യത്തിന് ശേഷമാണ് പിന്നീട് ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഞ്ജുമാൻ ഇസ്ലാമെ സഭ എന്ന് പറയുന്ന സംഘടന ഗുജറാത്തിൽ കലാപബാധിതർക്ക് നൽകാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്ത വീട് പെട്ടെന്ന് പണം കൊടുത്ത് വാങ്ങി അത് കലാപബാധിതർക്ക് നൽകാൻ ലീഗ് തയ്യാറായത്. മുസഫർ നഗറിൽ കലാപം നടന്നു. ഇടതുപക്ഷ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന CPIM മുസഫർ നഗറിൽ കലാപബാധിതരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ പിരിവ് നടത്തി. 50 ലക്ഷത്തോളം രൂപ സ്വരൂപിച്ചു. 70 ലക്ഷം രൂപ സ്വരൂപിച്ചു. അതുകൊണ്ട് 60ഓളം വീടുകൾ ഉണ്ടാക്കി. അതിന്റെ നിർമ്മാണം കഴിഞ്ഞ് ബന്ധപ്പെട്ടവർക്ക് താക്കോൽ കൈമാറുന്ന ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ലീഗിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, വീട് നിർമ്മാണ പ്രവർത്തികളുടെ ശിലാസ്ഥാപനം ബഹുമാന്യനായ തങ്ങളവറുകൾ മുസഫർ നഗറിൽ പോയി നിർവഹിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചെടുത്ത പണം വിനിയോഗിച്ച് വീടുകൾ ആളുകൾക്ക് നൽകിയതിന്റെ ഒരാഴ്ച കഴിഞ്ഞാണ് ലീഗ് വീട് നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഓണത്തിന് കൊടുക്കുമ്പോഴേ അത് ഓണപ്പുടവ എന്ന് പറയാൻ കഴിയൂ, അല്ലെങ്കിൽ ഒരു കഷ്ണം തോർത്തെന്നേ പറയൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തത് സമയബന്ധിതമായി പൂർത്തിയാക്കി കൊടുത്തു. ലീഗിന്റെ പദ്ധതി എന്ന് പൂർത്തിയാകുമെന്ന് ആർക്കറിയാം? നമുക്ക് കാത്തിരുന്ന് കാണാം എന്നത് പൂർത്തിയാകും എന്ന്. മുസ്ലിം ലീഗിന്റെയും CPIM-ന്റെയും നിലപാടുകളിലെ വ്യത്യാസം ഇവിടെയാണ്. ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അവ നിർവഹിക്കുകയും ചെയ്യും. മുസ്ലിം ലീഗ് പണം സ്വരൂപിക്കുന്നതിൽ വലിയ ഉത്സാഹം കാണിക്കും. എന്നാൽ അത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള താല്പര്യവും കാണിക്കാറില്ല. കശ്മീരിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന മേഖലയിലാണ് സർവനാശനഷ്ടങ്ങളും അരങ്ങേറിയത്. നദികൾ കരകവിഞ്ഞൊഴുകി. 10,000-കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. അവിടേക്ക് CPIM-ന്റെ രാജ്യസഭാ MP-മാർ